السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ സൂറത്തു അൽ ബഖറയിലെ 16 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചത്. അൽഹംദുലില്ലാഹ്. ശേഷമുള്ള ആയത്തുകളിലും റബ്ബ് സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെക്കുറിച്ച്, കപടവിശ്വാസികളെക്കുറിച്ച് പറയുകയാണ്. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون. الله പറയുന്നു, مثلهم അവരുടെ ഉദാഹരണം കമസൽ, ഈ ഉദാഹരണം പോലെയാണ്. അല്ലദി, ഒരുവന്റെ ഉദാഹരണം, ഇസ്തൗഖദ നാറ, അവൻ ഒരു തീ കത്തിക്കാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും അങ്ങനെ തീ കത്തിക്കുകയും ചെയ്തു. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ മിസാലുകൾ, ഉദാഹരണങ്ങൾ ധാരാളം വിവരിച്ചത് നമുക്ക് കാണാം. ഖുർആനിൽ തന്നെ അള്ളാഹു പറയുകയുണ്ടായി, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് വലാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അത് നാം വിവരിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇൽമുള്ളവർ, അറിവുള്ളവരല്ലാതെ അത് ഗ്രഹിക്കുകയില്ല. സലഫുകളിൽ, മുൻഗാമികളിൽ ചിലർ പരിശുദ്ധ ഖുർആനിലെ ഉദാഹരണങ്ങൾ ശരിക്കും മനസ്സിലാകാതിരുന്നാൽ കരയുമായിരുന്നു. കാരണം അവർ പറഞ്ഞത് ഈ ആയത്താണ്. കാരണം അള്ളാഹു പറഞ്ഞു, അത് ഗ്രഹിക്കുകയില്ല, ഇല്ലൽ ആലിമൂൻ, അറിവുള്ളവരല്ലാതെ ഗ്രഹിക്കുകയില്ല. അപ്പോൾ ഞാൻ അറിവില്ലാത്ത ഒരാളായി പോയല്ലോ എന്ന് ഖേദിക്കുകയും കരയുകയും ചെയ്യുമായിരുന്നു എന്ന് അവരെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. ഖുർആനിലെ ഉദാഹരണങ്ങൾ അതിമനോഹരമാണ്. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ അംസാലു ഫിൽ ഖുർആൻ എന്ന പേരിൽ ഖുർആനിലെ ഉദാഹരണങ്ങൾ വിവരിക്കുന്ന പ്രത്യേക ഭാഗം തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ കാണാം. അത് പ്രത്യേകം പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഖുർആനിലെ മസലുകൾ, ഖുർആനിലെ ഉദാഹരണങ്ങൾ. മിസാൽ എന്നത്, ഉദാഹരണം എന്നത് എപ്പോഴും ഒരു കാര്യം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ധാരാളമായി മിസാലുകൾ, ഉദാഹരണങ്ങൾ വന്നത് കാണാം. മസലുൽ ജലീസി സ്സാലിഹി വൽ ജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കൂട്ടുകാരൻ്റെയും മോശം കൂട്ടുകാരൻ്റെയും ഉദാഹരണം
കഹാമിൽ മിസ്കി വനാഫിഖൽ കീർ, ഒരു സുഗന്ധം വിൽക്കുന്ന ആളുടെയും ഒരു കൊല്ലൻ്റെയും ഉദാഹരണമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ പറഞ്ഞു, മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ, എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരാളെ പോലെയാണ്. അയാളൊരു തീ കത്തിച്ചു, അതിലേക്ക് പാറ്റകൾ പറന്നെടുക്കുന്നു. വഅന ആഖിദും ബിഹുജസിക്കും, ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നു, പക്ഷേ നിങ്ങൾ അതിലേക്ക് എൻ്റെ പിടിവിട്ട് കുതറിപ്പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. അത് തഅലീമിൻ്റെ, അധ്യാപനത്തിൻ്റെ, പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ അതിനുള്ള നല്ല വഴികളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ അംസീലത്തുകൾ, ഉദാഹരണങ്ങൾ ധാരാളം കാണാം. മുസ്ഹഫ് തുറന്നു നോക്കിയാൽ കാണുന്ന ആദ്യത്തെ ഉദാഹരണമാണ് ഈ ആയത്തിലെ ഉദാഹരണം. മസലുഹും, അവരുടെ ഉദാഹരണം, കമസലില്ലദീ, ഒരുവൻ്റെ ഉദാഹരണമാണ് ഇസ്തൗഖദ നാറൻ, അയാളൊരു തീ കത്തിച്ചു. ഇസ്തൗഖദ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് അയാളത് സ്വയം കത്തിച്ചതല്ല എന്നാണ്. സ്വയം കത്തിച്ചതാണ് എന്ന് പറയാൻ ഔഖദ എന്ന് പറഞ്ഞാൽ മതിയാകും. ഇസ്തൗഖദ എന്ന് പറഞ്ഞതിലൂടെ അത് കത്തിക്കാൻ മറ്റുള്ളവരുടെ സഹായം തേടിയിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. ഒന്നുകിൽ തീ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ തീ കത്തിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തീ കത്തിച്ചവൻ്റെ ഉദാഹരണമാണ്. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, അതായത് അവർക്ക് ആ തീ കത്തിക്കാൻ പോലുമുള്ള വഴി സ്വന്തമായി ഉണ്ടായിരുന്നില്ല. ആ ഒരു വെളിച്ചത്തിനുള്ള വഴി പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തീ കത്തിച്ചു. ഫലമ്മ അദാഅത് മാ ഹൗല, ഫലമ്മ അദാഅത്, അങ്ങനെ പ്രകാശം നിറഞ്ഞു, വെളിച്ചം വന്നു. മാ ഹൗലഹു, അവൻ്റെ ചുറ്റും വെളിച്ചം ആ തീ കത്തിച്ച് ഉണ്ടായപ്പോൾ ദഹബ അല്ലാഹു ബിനൂരിഹിം, അള്ളാഹു അവരുടെ പ്രകാശം കൊണ്ടുപോയി. വതറകഹും, അള്ളാഹു അവരെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഫീ ദുലുമാതിൻ, ഇരുട്ടുകളിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. ലാ യുബ്സിറൂൻ, അവർ ഒന്നും കാണുന്നില്ല. സുമ്മുൻ, അവർ സുമ്മാണ്. സും എന്ന അസം എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് സും, അഥവാ ബധിരരായ ആളുകൾ, ചെവി കേൾക്കാത്ത ആൾക്കാണ് അസം എന്ന് പറയുക. അതിൻ്റെ ജംആണ്, ബഹുവചനമാണ് സും. ബുഖ്മുൻ, ബുഖ്മുൻ എന്ന വാക്ക് ആബിക്കം എന്ന വാക്കിൻ്റെ ജംആണ്, ബഹുവചനമാണ്, അഥവാ സംസാരിക്കാത്തയാൾ. അവർ മൂകരാണ്, ബധിരരാണ്, അതുപോലെ മൂകരാണ്. ഉമ്യുൻ, അഅ്മ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. അഅ്മ എന്നാൽ അന്ധൻ. അവർ അന്ധരാണ്, കണ്ണു കാണാത്തവരാണ്. ലാ യർജിഊൻ ഫഹും ലാ യർജിഊൻ, അതുകൊണ്ട് അവർ തിരിച്ചു മടങ്ങുകയില്ല. അഥവാ ആ വെളിച്ചം തിരിച്ചു കിട്ടിയാൽ പോലും അവർക്ക് തിരിച്ചു മടങ്ങാൻ കഴിയില്ല. കാരണം ആ വെളിച്ചം കാണാൻ പോലും കണ്ണില്ലാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണവർ. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞ ഉദാഹരണമാണിത്. മുനാഫിഖുകൾ പല സിൻഫുകളാണ്, പല ഇനങ്ങളാണ്. മുഅ്മിനുകളെല്ലാവരും ഒരേപോലെയല്ല. അവരിൽ പല കൂട്ടരുണ്ട്. ഈമാനിൽ പല ദറജകളിൽ നിൽക്കുന്നവരുണ്ട്. നല്ല ഈമാനുള്ളവർ, അതിനേക്കാൾ കുറഞ്ഞവർ. കുഫാറുകളും അതെ, അവരുടെ കുഫറിൽ എല്ലാവരും ഒരുപോലെ ആവുകയില്ല. ഫിറഔനിൻ്റെ കുഫറും നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു കാഫറിൻ്റെ, സാധാരണക്കാരൻ്റെ ഒരു കാഫറിൻ്റെ കുഫറും ഒരേ ദറജയിലാണോ? അല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കുഫറിൻ്റെ അസ്ലിൽ അവർ യോജിക്കുന്നു, ഇസ്ലാമിന് പുറത്താണ് എന്നതിൽ യോജിക്കുന്നു, അതുകൊണ്ട് നരകത്തിൽ ശാശ്വതനാണ് എന്ന കാര്യത്തിൽ അവർ ഒരുപോലെയാണ്. പക്ഷേ അവിടെയുള്ള ശിക്ഷയുടെ കാര്യത്തിൽ ഒരുപോലെയല്ല. അവർ പല ദറജകളാണ്. കുഫറിൻ്റെ കൂടെയുള്ള അക്രമങ്ങൾക്കനുസരിച്ച് നരകത്തിൽ അവരുടെ ശിക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നരകത്തിൽ ശാശ്വതനാണ് എന്നതിനോടൊപ്പം അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ് ബിമാ കാനൂ യുഫ്സിദൂൻ. ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്, നിഷേധിക്കുകയും
കുഫറിൽ അകപ്പെടുകയും വസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർ സിദ്നാഹും അദാബൻ, അള്ളാഹു പറയുന്നു നാം അവർക്ക് ശിക്ഷ ഏറ്റിക്കൊടുക്കും, വർദ്ധിപ്പിച്ചു കൊടുക്കും. ഫൗഖൽ അദാബ്, ശിക്ഷക്കുമേൽ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കും. ബിമാ കാനു യുഫ്സിദൂൻ, അവരുണ്ടാക്കിയ കുഴപ്പം കാരണത്താൽ. നോക്കൂ, ആയത്തിൽ അള്ളാഹു പറഞ്ഞത് കുഫറിൻ്റെ കൂടെ സദ്ദുൻ അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവന് കേവലം കാഫറായി ജീവിച്ചവൻ്റെ അതേ ശിക്ഷയല്ല ഉണ്ടാവുക, മറിച്ച് അവന് ശിക്ഷക്കുമേൽ അള്ളാഹു ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കും. ബിമാ കാനു യുഫ്സിദൂൻ, അവരുണ്ടാക്കിയ കുഴപ്പം കാരണത്താൽ. ഇതുപോലെയാണ് കുഫാറുകൾ അവരുടെ ബാക്കി തിന്മകൾക്കനുസരിച്ച്, അതിക്രമങ്ങൾക്കനുസരിച്ച് കുഫറിനുള്ള ശിക്ഷയ്ക്ക് പുറമേ നരകത്തിൽ ശിക്ഷിക്കപ്പെടും. പറഞ്ഞതിൻ്റെ ചുരുക്കം, കുഫാറുകൾ പല തട്ടിലുള്ളവരാണ്, കുഫറിൻ്റെ ഇനം പലതാണ്. അതുപോലെ തന്നെയാണ് നിഫാഖും. മുനാഫിക്കുകളെല്ലാം ഒരേപോലെയല്ല, മറിച്ച് അതിലും ദറജകൾ വ്യത്യാസമുണ്ട്. അതിലെ കടുപ്പവും അതിൻ്റെ ലാഘവവും വ്യത്യാസപ്പെടുന്നു. അതിലൊരു കൂട്ടരുടെ ഉദാഹരണമാണ് അള്ളാഹു പറഞ്ഞത്. ഫലമ്മ അദാഅത് മഹൗല, അവൻ്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. എന്നിട്ട് അവൻ്റെ ചുറ്റും വെളിച്ചമുണ്ടായപ്പോൾ ദഹബ അല്ലാഹു ബിനൂരിഹിം, അള്ളാഹു അവരുടെ പ്രകാശം കൊണ്ടുപോയി. ഇവിടെ നോക്കി, ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇസ്തൗഖദ നാറൻ, അവൻ തീ കത്തിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞത്. കത്തിച്ചത് എന്താണ്? നാറാണ്. എന്നാൽ അള്ളാഹു കൊണ്ടുപോയത് എന്താണ്? നൂറാണ്. നോക്കൂ നിങ്ങൾ, ആയത്തിൽ അള്ളാഹു നാറ് കൊണ്ടുപോയി, തീ കൊണ്ടുപോയി എന്നല്ല പറഞ്ഞത്, കൊണ്ടുപോയത് നൂറാണ്. എന്ന് പറഞ്ഞാൽ തീ കൊണ്ടുണ്ടാകുന്ന നല്ല ഫലമുണ്ട്, അതെന്താണ്? വെളിച്ചമാണ്. അതിൻ്റെ സൽഫലം അള്ളാഹു റബ്ബുൽ ആലമീൻ എടുത്തു നീക്കുകയും എന്നിട്ട് അവർക്ക് ഉപദ്രവകരമായി തീരുന്ന അതിൻ്റെ ചൂടും പുകയും അതുകൊണ്ടുണ്ടാകുന്ന കടുപ്പവും അള്ളാഹു അവിടെ ബാക്കി വെക്കുകയും ചെയ്തു. നഊദു ബില്ലാഹ്, ഉപകാരമുള്ളത് നീങ്ങിപ്പോയി, ഉപദ്രവം മാത്രം അവശേഷിച്ചു. ദഹബ അല്ലാഹു ബിനൂരിഹിം വതറകഹും ഫി ളുലുമാതിൻ ലാ യുബ്സിറൂൻ. മുൻഗാമികൾ ധാരാളം പേർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുകയുണ്ടായി, അവർ കത്തിച്ച തീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ ഇസ്ലാമിൽ അവർ പുറമേക്ക് പ്രവേശിച്ചു എന്നതാണ്. അങ്ങനെ പ്രവേശിച്ചു എന്നതുകൊണ്ട് അവർക്ക് എന്ത് ലഭിച്ചു? ദുനിയാവിൽ മുസ്ലിമീങ്ങളുടെ കൂടെ കൂടിയത് കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചു. മുസ്ലിം അല്ലാത്തത് കൊണ്ട് മുസ്ലിമീങ്ങൾ നിന്ന് ഉണ്ടായേക്കാവുന്ന യുദ്ധവും മറ്റും ഉള്ള കാലത്ത് ആ രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ സുരക്ഷിതരായി. ഇസ്ലാമിലേക്ക് പേര് ചേർത്തപ്പെട്ടതുകൊണ്ട് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ യഥാർത്ഥ ഉപകാരം അവർക്ക് നൽകിയില്ല, മറിച്ച് റബ്ബ് അവരുടെ പ്രകാശം നീക്കിക്കളഞ്ഞു. അവരെ അള്ളാഹു ഇരുട്ടിൽ, കണ്ണു കാണാത്ത ഇരുട്ടുകളിൽ അള്ളാഹു അവരെ തള്ളുകയും ചെയ്തു. ഇത് ആണ് അവരുടെ ഉദാഹരണം. നോക്കൂ, മരണത്തോടുകൂടി ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. മുനാഫിഖ് അവൻ ദുനിയാവിൽ ഈ പ്രകാശം ആളുകളെ കാണിക്കാൻ താൻ അത് സ്വീകരിച്ചു എന്ന് വരുത്തി തീർത്തത് അവൻ്റെ മരണത്തോടെ അവസാനിക്കുകയാണ്. പരലോകത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ യഥാർത്ഥ ഇരുട്ടിൽ തള്ളുന്നതാണ്. നാളെ മഹ്ശറിൽ സറാത്ത് എന്ന നരകത്തിന് മുകളിലുള്ള പാലത്തിനരികിൽ എത്തിച്ചേരുക ആരാണ്? അതിലൂടെ കടക്കാൻ പറയുക ആരെയാണ്? പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറയുകയുണ്ടായി, മുസ്ലിമീങ്ങളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞവരെയാണ്. അത് ഉള്ളിലുണ്ടായിട്ട് പറഞ്ഞതായാലും ഉള്ളിലില്ലാതെ പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളും മുനാഫിക്കുകളും സറാത്ത് കടക്കാൻ ആവശ്യപ്പെടും. എന്നാൽ കുഫാറുകൾ മുശ്രിക്കുകളുമായവർ അത് കടക്കുകയില്ല, അതിനു മുന്നേ അവർ നരകത്തിൽ വലിച്ചെറിയപ്പെടുമെന്നാണ് വലയ്യാദു ബില്ലാഹ്. എന്നാൽ ഇസ്ലാം തങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞവർ, അത് ഉള്ളിലുണ്ടായിട്ട് പറഞ്ഞവരും ഉള്ളിലില്ലാതെ പറഞ്ഞവരും, ഇവരെല്ലാം സറാത്ത് കടക്കാൻ ആവശ്യപ്പെടും. സറാത്ത്, അതിൽ ആളുകൾ കടന്നു പോവുക, അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുക രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, കടന്നു പോകുന്ന വേഗതയിൽ; രണ്ട്, കടന്നു പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രകാശത്തിൽ. ഈ രണ്ടിനും ആളുകൾക്കിടയിൽ വ്യത്യാസമുണ്ടാകും, ഏറ്റക്കുറച്ചിലുണ്ടാകും. വേഗത എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൽ ബർഖ്, മിന്നൽ വേഗത്തിൽ അത് കടന്നു പോകുന്നവരുണ്ടാകും.
കാറ്റിൻ്റെ വേഗത്തിൽ കടന്നുപോകുന്നവർ, അജാവിദിൽ ഖൈൽ അതിവേഗം ഓടുന്ന കുതിരകളുടെ വേഗത്തിൽ കടന്നുപോകുന്നവർ, ഒട്ടകങ്ങളുടെ വേഗത്തിൽ കടന്നുപോകുന്നവർ, ഓടിക്കടക്കുന്നവർ, നടന്നുപോകുന്നവർ, മുട്ടിലിഴയുന്നവർ, വലിച്ചിഴക്കപ്പെടുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ നബിമാർ അന്ന് അവിടെ ഉണ്ടാകും. അവരുടെ വാക്ക് അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്നായിരിക്കും. അള്ളാഹുവെ രക്ഷിക്കണേ, അള്ളാഹുവെ രക്ഷിക്കണേ എന്നായിരിക്കും. ഈ പ്രകാശത്തിൽ ജനങ്ങളുടെ അമലുകൾക്കനുസരിച്ച് ആളുകൾ വ്യത്യാസപ്പെടും. അതിൽ പലരും ആ പാലത്തിനരികിലുള്ള കൊളുത്തുകൾ കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഫമഖ്ദൂഷുൻ നാജിൻ ഫമഖ്ദൂസുൻ ഫിന്നാർ. പരിക്കുകളേറ്റ് രക്ഷപ്പെടുന്നവരുണ്ടാകും, നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരും ഉണ്ടാകും. നഊദു ബില്ലാഹ്. അതുപോലെ അവർക്ക് പ്രകാശം നൽകപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുന്നിലൊരു ഈന്തപ്പന പോലെ പ്രകാശം നൽകപ്പെടുന്നവരുണ്ടാകും, അതിന് താഴെ പ്രകാശം നൽകപ്പെടുന്നവരുണ്ടാകും, പർവ്വത കണക്കെ പ്രകാശം നൽകപ്പെടുന്നുണ്ടാകും. അതിലേറ്റവും കുറഞ്ഞ പ്രകാശം ലഭിക്കുന്നവൻ തൻ്റെ വിരലിൻ്റെ നഖത്തിൻ്റെ അത്ര പ്രകാശം ലഭിക്കുന്നതാണ്. അത് തന്നെ ചിലപ്പോൾ തെളിയുകയും ചിലപ്പോൾ അണയുകയും ചെയ്യും. ഇങ്ങനെ പ്രകാശം ലഭിക്കുന്നവരുണ്ട്. മുനാഫിക്കുകൾക്ക് അള്ളാഹു ആദ്യം പ്രകാശം നൽകുകയും പിന്നീട് അള്ളാഹു അത് ഏറ്റവും അവർക്ക് ആവശ്യമുള്ള സമയത്ത് അണച്ചു കളയുകയും ചെയ്യും. അപ്പോഴാണ് അവർ മുഅ്മിനുകളെ വിളിച്ചു പറയുക, ഞങ്ങളെ ഒന്ന് നോക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും. സൂറത്തു അൽ ഹദീദിൽ അള്ളാഹു അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകൾ മുഅ്മിനീങ്ങളെ അന്ന് വിളിക്കും, എന്നിട്ട് പറയും, ഞങ്ങളെ ഒന്ന് നോക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശം ഒന്ന് ഞങ്ങൾ കൊളുത്തിയെടുത്തോട്ടെ. ഖീല അർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറ. അല്ല, നിങ്ങൾ തിരിഞ്ഞു പോവുക, എന്നിട്ട് അവിടെ നിങ്ങളുടെ പ്രകാശം അന്വേഷിക്കുക എന്നവരോട് പറയപ്പെടും. മുഅ്മിനുകൾ ഇത് കണ്ടാൽ, മുനാഫിക്കുകളുടെ വെളിച്ചം അണഞ്ഞു പോകുന്നത് കണ്ടാൽ അവർക്ക് ബേജാറാകും. തങ്ങളുടെ പ്രകാശവും അണഞ്ഞു പോകുമോ എന്നവർ പേടിക്കും. അപ്പോഴാണ് അവർ ദുആ ചെയ്യുക, എന്ത്? റബ്ബന അത്മിം ലനാ നൂറന, അല്ലാഹുവേ ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തീകരിച്ച് നൽകണമേ. സൂറത്തു തഹരീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറഞ്ഞത് കാണാം. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പ്രകാശം നൽകി. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വ ബിഐമാനിഹിം. അവരുടെ പ്രകാശം അവരുടെ മുന്നിലും വലതുഭാഗത്തും എല്ലാം ഉണ്ടാകും. അവർ പറയും, റബ്ബന യഖൂലൂന റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് പൂർത്തി തരണേ, ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തീകരിച്ച് തരണേ എന്ന് മുഅ്മിനുകൾ അപ്പോഴാണ് ദുആ ചെയ്യുക. ഇത് നോക്കൂ, അല്ലാഹു അവരുടെ പ്രകാശം ഇങ്ങനെ അണച്ചു കളയും. അവർ വീണ്ടും അതാ ഇരുട്ടിൽ അകപ്പെടുകയാണ്. വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ. വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ. അവർക്ക് പ്രകാശം നഷ്ടപ്പെട്ടു. പിന്നെയോ കുഫറിൻ്റെ, ഷക്കിൻ്റെ, സംശയത്തിൻ്റെ, റിയാഇൻ്റെ, ലോകമാന്യതയുടെ, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ എല്ലാം ചൂടും പുകയും. തിന്മ എന്ന് പറയുന്നത് അത് പൊള്ളുന്നതാണ്, അത് പൊള്ളുന്നത്. അതുകൊണ്ടാണ് എന്തു പറഞ്ഞത്, സദഖ അത് പിന്നെ അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയും. അതുപോലെ നോക്കൂ, തിന്മ മായ്ച്ചു കളയാൻ ദുആ ചെയ്യുമ്പോൾ എന്താണ് ദുആ ചെയ്യുന്നത്? അത് അള്ളാഹുവെ നീ കഴുകിക്കളയണം. ബിൽ മാഇ വസൽജി വൽ ബറദ്, വെള്ളം കൊണ്ട്, അതുപോലെ മഞ്ഞുകൊണ്ട്, ആലിപ്പഴം കൊണ്ട്, ഇതെല്ലാം തണുത്തതാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ, തിന്മകളെക്കുറിച്ചുള്ള രണ്ട് കാര്യങ്ങളുണ്ട് എന്നാണ്. ഒന്ന് തിന്മയുടെ കറ, രണ്ട് തിന്മയുടെ ചൂട്. ഇത് രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഇതുകൊണ്ട് കഴുകിക്കളയണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. തിന്മ അത് കുളിർമയല്ല, അത് ഹൃദയത്തിൽ അത് പുകഞ്ഞുകൊണ്ടിരിക്കും. ഹൃദയത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കും തിന്മ എന്ന് പറയുന്നത്. ഹൃദയത്തിന് അതൊരിക്കലും സമാധാനം നൽകുകയില്ല. അതുകൊണ്ടാണ് ഹറാമിൽ ഒരുവൻ സുഖം കണ്ടെത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും അവൻ ആശ്വാസം കിട്ടുകയില്ല. ഒന്ന് മറ്റൊന്നിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും സഹോദരങ്ങൾ, ഹറാമ് കൊണ്ട് ഒരാൾക്ക് തൃപ്തി ലഭിക്കുകയില്ല. ഹറാമായതൊരുവൻ സമ്പാദിക്കാൻ ശ്രമിച്ചാൽ, അത് തിന്നാൻ ശ്രമിച്ചാൽ അവന് തൃപ്തിയില്ല. ഹറാമ് കൊണ്ടൊരുവൻ തൻ്റെ ലൈംഗിക മോഹം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നിൽ അവൻ നിർത്തുകയില്ല, ഒരിക്കലുമില്ല. അള്ളാഹു അവനെ കാത്തില്ല എങ്കിൽ, അള്ളാഹു തൗബയിലേക്ക് അവനെ നയിച്ചില്ല എങ്കിൽ അടുത്തതിലേക്ക് എന്നിട്ട് അവൻ എന്തിലെങ്കിലും എവിടെയെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് പണ്ട് അബു നുവാസ് എന്നു പേരുള്ള ഒരു കവി
പാടിയിട്ടുള്ള അയാൾ മദ്യപാനത്തിന് അറിയപ്പെട്ട ആളായിരുന്നു. അവസാന കാലത്ത് തൗബ ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളത്. ആദ്യകാലത്ത് വലിയ മദ്യപാനിയായിരുന്നു. അയാൾ പാടിയിട്ടുണ്ട്, അതായത് ഞാൻ ഒരു കോപ്പ കുടിച്ചു, അടുത്തത് കുടിക്കുന്നത് എന്തിനാണ്? ഈ കുടിച്ചതിൻ്റെ രോഗം മാറ്റാനാണ്, ഇതിൻ്റെ അസുഖം മാറ്റാനാണ്, ഇതുകൊണ്ടുണ്ടായ പ്രയാസം മാറ്റാനാണ് അടുത്തത് കുടിക്കുന്നത്, പിന്നെ അടുത്തത്. അവസാന കാലത്ത് അദ്ദേഹം തൗബ ചെയ്തു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ചില കവിതകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യാ റബ്ബി ഇൻ കസുറത് ദുനൂബി ഇൻ അദുമത് ദുനൂബി കസറതൻ ലഖദ് അലിംതു ബി അന്ന അഫ്വക അഅളമു. റബ്ബേ, എൻ്റെ തിന്മകൾ ഒരുപാടുണ്ട് എങ്കിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിൻ്റെ ആഫു, നിൻ്റെ മാപ്പ് അത് വളരെ വലുതാണ് എന്ന് അവസാനം അയാൾ കവിത ചൊല്ലുകയും തൗബ ചെയ്യുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. പറഞ്ഞു അത് നോക്കൂ, തിന്മകളുടെ ആളുകൾ ഇങ്ങനെയാണ്. ഒരിക്കലും അവർക്കതിൽ ആശ്വാസമില്ല. സംതൃപ്തി ഉള്ളത്, ആശ്വാസമുള്ള, യഥാർത്ഥ സുഖമുള്ളത് സഹോദരങ്ങൾ ഹലാലിൽ മാത്രമാണ്. ഹലാലിൽ മാത്രം ഭക്ഷണമാകട്ടെ, അതിൻ്റെ ലൈംഗികമായ മോഹപൂർത്തീകരണമാകട്ടെ, ഏതിലാകട്ടെ അള്ളാഹു ഹലാലാക്കിയതിൽ മാത്രമേ തൃപ്തിയുള്ളൂ. യഥാർത്ഥ സംതൃപ്തി അതിലാണ്. ഹറാമിൽ യാതൊരു നിലക്കും അള്ളാഹു ഖൈർ നിശ്ചയിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിനെ നീ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. നീ റബ്ബിനെ അനുസരിക്കാതിരിക്കുക. അള്ളാഹു വെറുക്കുന്ന കാര്യം റബ്ബ് തന്ന കൈകൾ കൊണ്ട്, റബ്ബ് തന്ന ശരീരം കൊണ്ട്, അള്ളാഹു നിനക്ക് നൽകിയ ആയുസ് കൊണ്ട്, റബ്ബ് കണ്ടുകൊണ്ടിരിക്കെ നീ ചെയ്യുകയാണ്. അതിനുള്ള ശേഷി പോലും റബ്ബാണ് നിനക്ക് നൽകിയത്. എന്നു മാത്രമല്ല, ആ തിന്മ ആളുകൾ അറിയാതെ മറച്ചു പിടിക്കുന്നത് റബ്ബാണ്. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിന്റെ മറ അവൻ വലിച്ചു നീക്കിയേനെ. ഞൊടിയിട കൊണ്ട് ലോകരെ അള്ളാഹു നിന്റെ തിന്മ കാണിച്ചേനെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സിത്തറിൽ, അള്ളാഹു മറയിട്ട് തരുന്നതിൽ ഒരാളും വഞ്ചിതനായി പോകരുത്. അത് അള്ളാഹു എടുത്തു നീക്കിയേക്കും. റഹ്മാനായ റബ്ബ്, കരീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തിന്മകൾ മറച്ചു വെക്കും. പക്ഷേ നീ അതിൽ ഗുറൂറിലായി പോകരുത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അലിയുടെ കാലത്ത് എന്നും ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഒരു കള്ളനെ പിടിച്ചു, എന്നിട്ട് കൈവെട്ടാൻ വേണ്ടി കൈമുറിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കൈമുറിക്കരുത്, ഞാനിത് ആദ്യത്തെ തവണ മോഷ്ടിക്കുന്നത്, ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, ഇത് ആദ്യത്തെ തവണ എൻ്റെ കൈമുറിക്കരുത്. അപ്പോൾ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ അല്ലെങ്കിൽ അലി രണ്ട് പേരുടെ കാര്യത്തിൽ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇയാളോട് പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞ കളവാണ്, അള്ളാഹു കരീമാണ്, അവൻ ഒരിക്കലും നീ ആദ്യത്തെ തവണ ഇങ്ങനെ ചെയ്താൽ നിന്നെ ഈ രൂപത്തിൽ ശിക്ഷക്ക് വിധേയനാകുന്ന രൂപത്തിൽ നിന്നെ അവൻ പിടുത്തം തരികയില്ല. നീ ഒരുപാട് തവണ ചെയ്തുകൊണ്ടാണ് റബ്ബ് നിന്നെ ഈ പിടുത്തം പിടിപ്പിച്ചത് എന്ന് പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ, അതിലെ പാഠങ്ങൾ എത്ര വലുതാണ്. ആലോചിച്ച് നോക്ക്. അള്ളാഹു റബ്ബിനെ അവൻ കരീമാണ്, അവൻ്റെ കറമു കൊണ്ട് അവൻ ചിത്തീറാണ്, മറച്ചു പിടിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ നിന്റെ തിന്മ ആളുകൾ അറിയാതെ മറച്ചു വെച്ചേക്കും. ഒരു തവണ, 2 തവണ, 3 തവണ. പക്ഷെ അതിൽ നീ വഞ്ചിതനായി പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അത് എപ്പോഴും അങ്ങനെ പിടിക്കുമെന്ന് നീ വിചാരിക്കരുത്. അള്ളാഹു ആളുകളത് അറിയിക്കും. യാ സുബ്ഹാനല്ലാഹ്, തിന്മകൾ ആളുകൾ അറിയുക എന്നത് വളരെ മോശമായ കാര്യമാണ്. അതുകൊണ്ടാണ് അത് ആളുകൾ അറിഞ്ഞില്ല എങ്കിൽ നീ അത് ആളുകളെ അറിയിക്കരുത്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, രഹസ്യമായി തൗബ ചെയ്യുക. തിന്മകൾ പരസ്യമാക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. മുജാഹിറിന് തിന്മ പരസ്യമാക്കുന്നവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പറയാം. മുസ്ലിമീങ്ങളായ നമുക്ക് അൽഹംദുലില്ലാഹ് തിന്മകൾ ഏതെങ്കിലും പുരോഹിതൻ്റെ മുന്നിൽ പോയി കുമ്പസരിച്ച് പറയേണ്ട ഗതികേടില്ല. ഒരാളുടെ മുന്നിൽ ഞാൻ ഇന്നത് ചെയ്തു എന്ന് ഒരു പടപ്പിനോട് നീ അത് പറയേണ്ടതില്ല, ഒരു സൃഷ്ടിയോടും. മറിച്ച് നീ അത് റബ്ബിൻ്റെ മുന്നിൽ ഇറക്കി വെക്കുക. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു الذുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറത മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആണിത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. അബൂബക്കർ പറഞ്ഞു, നബിയെ, എനിക്ക് സ്കാരത്തിൽ ചൊല്ലാനൊരു ദുആ പഠിപ്പിച്ചു തന്നാലും, സ്കാരത്തിൽ ചൊല്ലാനൊരു ദുആ പഠിപ്പിച്ചു തന്നാലും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ദുആ ചെയ്യ്, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു الذുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറത മിൻ ഇൻദിക വർഹംനി
ഇന്നക അൻതൽ ഗഫൂർ റഹീം. അള്ളാഹുവെ, ഞാൻ എന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിരിക്കും, നീ അല്ലാതെ തിന്മ പൊറുക്കുകയില്ല. അതുകൊണ്ടൊരു പാപമോചനം, ഒരു പൊറുക്കൽ നീ എനിക്ക് പുറത്തു നൽകണമേ. ഇന്നക അൻതൽ ഗഫൂർ റഹീം, നീയാണ് എല്ലാ തിന്മകൾ പൊറുക്കുന്നവനും റഹ്മത്ത് ചൊരിയുന്നവനും. അതുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നു അബദ്ധം സംഭവിച്ചു പോയ ഒരാൾ തൻ്റെ റബ്ബിനോട് പാപമോചനം തേടുന്നത്. അള്ളാഹു പറയുമെന്നാണ്, അവനറിയാം അവന് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്, പുറത്തു നൽകുന്ന ഒരു റബ്ബ് അവനുണ്ട് എന്ന് അവൻ അറിയാം. അതുകൊണ്ടാണ് അവൻ എന്നോട് തേടിയത്. അവന് പുറത്തു നൽകുമെന്ന് റബ്ബ് പറയുമെന്നാണ്. അതുകൊണ്ട് തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ മറച്ചു വെക്കുന്നതിൽ വഞ്ചിതനാകാതിരിക്കുക. അതെപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ആളുകൾ അറിയും മുന്നേ നീ അള്ളാഹുവിനോട് അവനിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി ആ തിന്മ ഉപേക്ഷിക്കുക. അള്ളാഹു നമ്മുടെ തിന്മകൾ മറച്ചു വെക്കുകയും പുറത്തു നൽകുകയും തൗബയിലേക്ക് അവൻ നമ്മെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. നോക്കൂ, അള്ളാഹു പറയുന്നു, ദഹബ അല്ലാഹു ബിനൂരിഹിം, അള്ളാഹു അവരുടെ പ്രകാശം കൊണ്ടുപോയി. അഥവാ അവരുടെ തീയും പുകയും അവിടെ ബാക്കിയുണ്ട്. അവരുടെ സംശയങ്ങളുടെ, റിയാഇൻ്റെ, അവരുടെ കുഫറിൻ്റെ, നിഫാഖിൻ്റെ തീയും ചൂടും അവരുടെ ഹൃദയത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. വത്തറക്കഹും, അള്ളാഹു അവരെ ഉപേക്ഷിച്ചു. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, വത്തറക്കഹും എന്ന വാക്ക് സൂചിപ്പിക്കുന്നു റബ്ബിൻ്റെ തൗഫീഖിൽ നിന്നവർ പുറത്തുപോയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സംരക്ഷണം അത് അവരിൽ നിന്ന് എടുത്തു നീക്കപ്പെട്ടിരിക്കുന്നു. റബ്ബിൻ്റെ സംരക്ഷണം എന്നാൽ അതിലേറ്റവും വലുത് സഹോദരങ്ങളെ തിന്മകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. അള്ളാഹു നിന്നെ തെറ്റുകളിൽ പോകാതെ പിടിച്ചു വെക്കുക, അത് റബ്ബിൻ്റെ വലിയ ഹിഫ്ളാണ്. അസ്ൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഹാനു അലൈഹി ഫഅസൗഹു വലൗ അസ്സു അലൈഹി ലഅസമഹും. ഹാനു അലൈഹി, അള്ളാഹുവിങ്കിൽ അവർക്ക് ഒരു വിലയുമില്ലായിരുന്നു, അതുകൊണ്ടാണ് അള്ളാഹുവിനെ അവർ ധിക്കരിക്കുന്നത്. വലൗ അസ്സു അലൈഹി, അള്ളാഹുവിങ്കിൽ അവർക്ക് വല്ല വിലയും ഉണ്ടായിരുന്നുവെങ്കിൽ ലഅസമഹും, റബ്ബ് അവരെ സംരക്ഷിച്ചേനെ. അതുകൊണ്ട് തിന്മ ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? റബ്ബെന്നെ ഇത് ചെയ്യാൻ വിട്ടത്, ഒരുപക്ഷെ അവൻ എന്നെ കൈവിട്ടത് കൊണ്ടാണെങ്കിലോ, അത് നമ്മെ പേടിപ്പെടുത്തേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ ഹൈഫളിൽ നിന്നാണല്ലോ ഞാൻ പുറത്തുപോയത്. ഹെർമാനാണല്ലോ എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. അഥവാ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അത് നമ്മെ പേടിപ്പെടുത്തേണ്ട കാര്യമാണ്. വതറകഹും എന്നത് അള്ളാഹു അവർക്ക് യാതൊരു വിലയും നൽകിയിട്ടില്ല എന്നത് സൂചിപ്പിക്കുന്ന വാക്കാണ്. മുനാഫിഖുകൾ അള്ളാഹു ഉപേക്ഷിച്ചിരിക്കുന്നു. ഫീ ദുലുമാത്തിൻ, ഇരുട്ടുകളിൽ, ലാ യുബ്സിറൂൻ, അതുകൊണ്ട് അവർ കാണുകയില്ല. ഇരുട്ടുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ. കാരണം ഒന്ന്, രാത്രിയുടെ ഇരുട്ട് അവിടെയുണ്ട്, അതുകൊണ്ടാണ് തീ കത്തിച്ചത്. അതുപോലെ ഇനിയുള്ള ആയത്തിലെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഒരു പക്ഷേ മേഘങ്ങളുടെ ഇരുട്ട് ആ രാത്രിയിൽ ഉണ്ടാകാം. ഇനി അടുത്ത ഉദാഹരണത്തിൽ അത് വരുന്നുണ്ട്, ആ ഇരുട്ടുണ്ടാകാം. അതുപോലെ മറ്റൊരു കഠിനമായ ഇരുട്ട് അവിടെ ഉണ്ട്. അതെന്താണ്? വെളിച്ചം ഉണ്ടായിട്ട് അത് കെട്ടുപോയാലുള്ള ഇരുട്ട്, അതിന് കടുപ്പം കൂടുതലാണ്. ആലോചിച്ചാൽ അത് മനസ്സിലാവും. ഇരുട്ടിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ ഇരുട്ട് അതിൻ്റെ കടുപ്പം കുറയുന്നതായി നമുക്ക് അനുഭവപ്പെടും. ചിലതൊക്കെ ഇങ്ങനെ മങ്ങിയ രൂപത്തിൽ കാണാൻ സാധിച്ചു. പക്ഷേ ഉണ്ടായിരിക്കെ പെട്ടെന്ന് അത് പോയാലോ ആ ഇരുട്ടിന് കടുപ്പം കൂടുതലാണ്. വെളിച്ചം ഉണ്ടായിട്ട് പോയ ഇരുട്ടാണ് അവരുടെ ഇരുട്ട്. വതറകഹും ഫീ ദുലുമാത്തിൻ ലാ യുബ്സിറൂൻ, അവർ കാണുകയില്ല. സുമ്മുൻ ബുക്മുൻ ഉമ്മിൻ ഫഹും ലാ യർജിഊൻ. ഈ ആയത്തുകളിൽ തെളിവുണ്ട് എന്നാണ് മുനാഫിക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുനാഫിക്കുകൾ എല്ലാവരും ഒരുപോലെയല്ല. ചില മുനാഫിക്കുകൾ എങ്ങനെയുള്ളവരായിരുന്നു? അവർ ഈമാൻ സ്വീകരിച്ച് പിന്നെ അത് ഉപേക്ഷിച്ചവരാണ്. ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم. സൂറത്തു അൽ മുനാഫിഖൂനിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവർ ആദ്യം ഈമാൻ സ്വീകരിച്ചു എന്നിട്ടത് ഉപേക്ഷിച്ചു. അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ മുദ്രവെക്കപ്പെട്ടു. അതിൽ പിന്നെ ഖൈർ കയറുകയില്ല. നഊദു ബില്ലാഹ്. അങ്ങനെയുള്ള ഹൃദയങ്ങളായി അവരുടെ ഹൃദയം മാറിപ്പോയി. ആദ്യം സ്വീകരിച്ചു പിന്നെ അത് ഉപേക്ഷിച്ച് കളഞ്ഞവരാണവർ. അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. തീരെ സ്വീകരിക്കാത്തവരും ഉണ്ട്. അള്ളാഹു പറയുന്നു സുമ്മുൻ, അവർ
ബധിരനാണ്, ചെവി കേൾക്കാത്തവരാണ്. ബുക്മുൻ, സംസാരിക്കാത്തവരാണ്. ഉമ്യുൻ, കണ്ണ് കാണാത്തവരാണ്. അഥവാ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർ തയ്യാറല്ല. ബുക്മുൻ, ഹക്ക് അത് പറയാൻ അവർ തയ്യാറല്ല. ഉമ്യുൻ, അത് കാണാൻ അവർ തയ്യാറല്ല. ഇവിടെ കേൾക്കുക, കാണുക, പറയുക എന്ന് പറഞ്ഞാൽ അത് ഉപകാരപ്പെടുന്ന കേൾവിയും കാഴ്ചയും സംസാരവുമാണ് ഉദ്ദേശം. അതല്ല എങ്കിൽ ഉപകാരപ്പെടാത്ത കേൾവി അവർ കേൾക്കുന്നു. അവരൊക്കെ ഖുർആൻ കേട്ടവരാണ്. മുനാഫിഖുകൾ ഖുർആൻ കേട്ടവരാണ്, അവർ കണ്ടവരാണ്, അവർ സംസാരിച്ചു. പക്ഷെ അത് ഉപകാരപ്പെടാത്ത സംസാരം, ഉപകാരപ്പെടാത്ത ഒരു പ്രവൃത്തി, അത് പ്രവർത്തിക്കാത്തതുപോലെയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വലാ തകൂനു കല്ലദീന ഖാലു സമിഅ്നാ വഹും ലാ യസ്മഊൻ. നീ ഒരു കൂട്ടരെ പോലെ ആകരുത്, അവരെന്തു പറഞ്ഞു? സമിഅ്നാ, ഞങ്ങൾ കേട്ടു. വഹും ലാ യസ്മഊൻ, അല്ലാഹു പറയുന്നത് അവർ കേൾക്കുന്നില്ല. അവർ ആ കേട്ടു എന്ന് പറഞ്ഞത് എന്താണ്? പാരായണം അവർ കേട്ടിട്ടുണ്ട്, അതിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, പക്ഷെ ഉപകാരപ്പെടാത്ത കേൾവിയാണ് അവർ കേട്ടത്. അതുകൊണ്ട് നോക്കൂ, അത് തീരെ കേൾക്കാത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബധിരരായി കൂട്ടിയിരിക്കുന്നു. കാരണം അവൻ്റെ കാത് സത്യം കേട്ടില്ല എങ്കിൽ പിന്നെ അതെന്തിനാണ് കൊള്ളുക? ബുക്മുൻ, അവർ സംസാരിക്കാത്തവർ, അത് എന്ന് പറഞ്ഞാൽ അവരുടെ നാവിലൂടെ ഹക്ക് വരികയില്ല. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുകയുണ്ടായി, അതുകൊണ്ട് ഹക്ക് അന്വേഷിച്ച് അവരുടെ അരികിൽ നീ പോയിട്ട് കാര്യമില്ല, അവിടുന്ന് ഹക്ക് കേൾക്കാൻ കഴിയില്ല. നിഫാഖിൻ്റെ വക്താക്കളിൽ നിന്ന് നിനക്ക് ഹക്ക് ഒരിക്കലും കേൾക്കാൻ കഴിയില്ല. ഹക്ക് അത് ഈമാനിൻ്റെ സുദ്ഖിൻ്റെ, സത്യസന്ധതയുടെ, ഈമാനിൻ്റെ ആളുകളുടെ നാവിലൂടെ നിനക്ക് ഗ്രഹിക്കാൻ കഴിയൂ, അത് നിനക്ക് കിട്ടുകയുള്ളൂ. നിഫാഖിൻ്റെ, കാപട്യത്തിൻ്റെ, കളവിൻ്റെ ആളുകളിൽ നിന്ന് നിനക്ക് ഹക്ക് കിട്ടുകയില്ല. ബുഖുമുൻ എന്ന് അവരെക്കുറിച്ച് പറഞ്ഞതിൽ ഈ പാഠമുണ്ട്. ഹക്ക് അവരുടെ അടുത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, അത് പാടില്ല, അവരതിന് യോഗ്യരല്ല. ഉമ്യുൻ, അവർ അന്ധരാണ്, കാണേണ്ടത് അവർ കാണുന്നില്ല. ഫഹും ലാ യർജിഊൻ, അവർ തിരിച്ച് മടങ്ങുകയില്ല. നോക്കൂ നിങ്ങൾ, ഇരുട്ടിലാണെന്ന് അള്ളാഹു പറഞ്ഞു, പക്ഷെ ആ ഇരുട്ട് പോയാൽ പോലും, വെളിച്ചം വന്നാൽ പോലും മടങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവരെത്തിയിട്ടുണ്ട്. അത്രയും അവരുടെ ഹൃദയം മോശമായിട്ടുണ്ട്. സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളുടെ വിശേഷണങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ വിവരിച്ചത് നമുക്കുള്ള താക്കീത് കൂടിയാണ്. നിഫാഖിൽ വീണുപോകാതിരിക്കാൻ, ഹൃദയം അത് ഈമാൻ ലഭിച്ചതിന് ശേഷം പിന്നെ അത് പാളിപ്പോകാതിരിക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നിഫാഖിൽ നിന്ന് കാവൽ തേടാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഊദു ബിക മിനൻ നിഫാഖ്, അള്ളാഹു നിഫാഖിൽ നിന്ന് നീ എന്നെ കാക്കണമെന്ന് ദുആ ചെയ്യേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കേണ്ടതാണ്, എങ്കിൽ നിഫാഖിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. അതുപോലെ നോക്കൂ, ഖുർആനിനും സുന്നത്തിനും എതിരായ കാര്യങ്ങൾ, തിന്മകൾ, ഫിത്നകൾ മുന്നിൽ വന്നാൽ അത് ഹൃദയത്തിൽ കടക്കാൻ സമ്മതിക്കാതെ തള്ളിക്കളയണം, എങ്കിൽ മാത്രമേ ഹൃദയം ശുദ്ധമായി നിൽക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി كالحصير عودا عودا فأي قلب أشربها نكت فيه نكتة سوداء وأي قلب أنكرها نكت فيه نكتة بيضاء. تعرض الفتن, ഫിത്നകൾ, കുഴപ്പങ്ങൾ അത് പ്രദർശിപ്പിക്കപ്പെടും അലൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക്. കൽ ഹസീർ ഊദൻ ഊദ, കൽ ഹസീർ ഊദൻ ഊദ. ഹസീർ എന്നാൽ അത് പായാണ്, ഓലമേന്ന പായുണ്ടല്ലോ, അതിലൊരാൾ കിടന്നാൽ എന്ത് സംഭവിക്കും? അതിൽ കിടന്നാൽ അതിൽ നമ്മൾ കുപ്പായമിടാതെ കിടന്നാൽ എന്തുണ്ടാവും? അതിൻ്റെ പാട് ശരീരത്തിൽ കാണാം, അതിൻ്റെ പാട് ശരീരത്തിൽ പതിയും, ശരിക്കും പതിയും. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ഇതുപോലെ ഫിത്നകൾ ഹൃദയത്തിൽ വരും, അതിൻ്റെ പാടുകൾ ഹൃദയത്തിൽ പതിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹ, ഏത് ഹൃദയമാണോ ആ ഫിത്ന അത് ഉള്ളിലേക്കെടുത്തത്, നുകിത ഫീഹി നുക്തത്തുൻ സൗദാ, അതിലൊരു കറുത്ത പുള്ളി വീഴും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഒരു കാര്യം നിന്റെ മുന്നിൽ വന്നു, നീ അത് നിന്റെ ഹൃദയത്തിൽ ഉള്ളിലേക്ക് കയറ്റി. ഒന്ന് ചെയ്താൽ, ഒരു തിന്മ ചെയ്താൽ നിന്റെ ഹൃദയത്തിൽ അതാ ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. അതുപോലെ ശുഭത്തുകൾ, ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്ന
ആശയക്കുഴപ്പങ്ങൾ അതിൻ്റെ പിന്നാലെ പോയാൽ ഹൃദയം ആണ് ഈ കേടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ട അവയവം. കാരണം അത് കേടുവന്നാൽ ബാക്കിയെല്ലാം കേടായി. അത് നന്നായാൽ ബാക്കിയെല്ലാം നന്നായി. മലിക്കുൽ അഅ്ളാ, അവയവങ്ങളുടെ രാജാവെന്നാണ് ഹൃദയത്തെക്കുറിച്ച് പറയാറുള്ളത്. കാരണം ബാക്കിയൊക്കെ അതിനനുസരിക്കും. വഅയ്യു ഖൽബിൻ അൻകറഹ, എന്നാൽ ഏത് ഹൃദയമാണോ അതിനെ തള്ളിക്കളഞ്ഞത്, ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഹൃദയത്തിന് മുന്നിൽ വന്നാൽ അത് ഉള്ളിൽ കയറ്റാതെ ഹൃദയം അവൻ കാത്തു സൂക്ഷിച്ചത് നൂകിത ഫീഹി നൂക്തതും ബൈദാ, അതിലൊരു വെളുത്ത പുള്ളി വീഴുന്നതാണ്. ഹത്ത തസീറ അല ഖൽബൈൻ, അങ്ങനെ ആളുകളുടെ ഹൃദയങ്ങൾ അതാ 2 ഹൃദയങ്ങളായി മാറി. എങ്ങനെയുള്ളതാണ് ഈ 2 ഹൃദയങ്ങൾ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്ന് അല അബ്യദ് മിസ്ലി സഫാ, ഒരു ഹൃദയം അത് വെളുത്ത ഹൃദയമാണ്, സഫാ പോലെയാണ്. സഫാ എന്ന് പറഞ്ഞാൽ മിനുസമേറിയ വെളുത്ത കല്ലാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിലൊന്നും തട്ടി അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കുകയില്ല, ഒക്കെ ഇളകിപ്പോവും. സഫാ പോലെയുള്ള അങ്ങനെയുള്ള ഹൃദയങ്ങൾ നോക്കൂ, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ഹൃദയം ഏതവസ്ഥയിലായിരിക്കുമെന്ന് അല്ലാഹു അലം. അതിലെത്ര, എവിടെ, എങ്ങനെയെല്ലാം പാടുകൾ, കറുത്ത പുള്ളികൾ വീണിട്ടുണ്ട്. അത് മുഴുവൻ കറുത്തിരുണ്ടുപോയോ? അല്ലാഹു അലം, അല്ലാഹുവിനാണ് അറിയുക. നോക്കൂ, ഫലാ തദുറുഹു ഫിത്ന, ഇങ്ങനെ വെളുത്ത പുള്ളി വീഴും. ഓരോ പരീക്ഷണങ്ങൾ, ഫിത്നകൾ വരുമ്പോഴും അവൻ ഹൃദയത്തെ സംരക്ഷിച്ച് ഒടുവിൽ ആ ഹൃദയം പിന്നീട് ഒരു ഫിത്നയും അതിനെ ബാധിക്കാത്ത അത്രയും ശുദ്ധമായ, അത്രയും ശക്തമായ അവസ്ഥയിലെത്തിച്ചേരും. മാദാമത്തി സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും ഉള്ള കാലത്തോളം ഒരിക്കലും ഫിത്ന ബാധിക്കാത്ത അത്രയും ശുദ്ധമായ ഹൃദയമായി തീരും. അല്ലാഹു അവൻ്റെ ഫദ്ല് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. വൽ ആഖർ, മറ്റൊരു ഹൃദയം, രണ്ടാമത്തെ ഹൃദയം എങ്ങനെയാണ്? അസ്വദ്, അത് കറുത്ത ഹൃദയമാണ്. മുർബാദുൻ, അത് ചാരം കണക്കെ ആയിട്ടുണ്ട്. കൽകൂസി മുജഹിയൻ, ചെരിച്ച് കമിഴ്ന്ന രൂപത്തിൽ ചെരിച്ചു വെച്ച ഒരു കൂജു പോലെ, ഒരു കൂജ പോലെ. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൽ ഒരു ഖൈറും അതിൽ നിൽക്കുകയില്ല, ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ ഇല്ലാ മാ ഉശ്രിബ ഹവാ, ഒരു നന്മയും അത് നന്മയായി തിരിച്ചറിയുകയില്ല, ഒരു തിന്മയും അത് തിന്മയായി തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുകയില്ല. അതിൻ്റെ ഹവക്ക് യോജിച്ചതല്ല. അവൻ്റെ താല്പര്യത്തിന് യോജിച്ചതാണോ എങ്കിൽ അവൻ സ്വീകരിക്കും. അത് മഅറൂഫാണെങ്കിലും മുൻകറാണെങ്കിലും, ദീനിൽ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവൻ്റെ വിഷയം അതല്ല. അവൻ്റെ വിഷയം, അവൻ്റെ താല്പര്യമാണ് എങ്കിൽ മാത്രം അവനത് സ്വീകരിക്കും, അല്ലാത്തത് തള്ളിക്കളയും. സുബ്ഹാനല്ലാഹ്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഈ ആയത്തുകളുടെ തഫ്സീറിൽ മുൻഗാമികൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഹൃദയമാണ് മുഅ്മിനിനെയും മുനാഫിഖിനെയും വേർതിരിക്കുന്നത്. ആദ്യം അതിലാണ്, പിന്നീടാണ് അവൻ്റെ അമലുകളിലേക്ക് അത് കടന്നു വരിക. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, സുമ്മും ബുക്മുൻ ഉമ്യും ഫഹും ലാ യർജിഊൻ. അടുത്ത ആയത്ത് നോക്കൂ, ഔ കസയ്യിബിൻ മിനസ് സമാ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ് യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ് സവാഇഖ് ഹദറൽ മൗത്ത് വല്ലാഹു മുഹീത്തുൻ ബിൽ കാഫിരീൻ. ഔ, അല്ലെങ്കിൽ കസയ്യിബ്, അവരുടെ ഉദാഹരണം ഏതുപോലെയാണ്? ഒരു സയ്യിബ് പോലെ. സയ്യിബ് എന്നാൽ ഒരു മഴയാണ്. ഇത് നോക്കൂ, മുനാഫിക്കുകളിൽ വേറൊരു കൂട്ടരെ കുറിച്ചുള്ള ഉദാഹരണമാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഓർക്കുക. അതായത് അവരെല്ലാം ഒരേപോലെയല്ല, ഓരോരുത്തരുടെയും നിഫാഖിൻ്റെ കടുപ്പത്തിൽ വ്യത്യാസമുണ്ടാകും. ഔ കസയ്യിബിൻ മിനസ് സമാ, ഇനി അവനുള്ള ഉദാഹരണം പറയുകയാണ്, ആകാശത്ത് നിന്ന് അഥവാ മുകളിൽ നിന്ന് പെയ്ത ഒരു മഴ പോലെ. ഫീഹി, അതിലുണ്ട് ളുലുമാതുൻ വറഅദുൻ വബർഖ്, ളുലുമാത്ത് ഇരുട്ടുകളുണ്ട്, വറഅദ് ഇടിനാദമുണ്ട്, ബർഖ് മിന്നലുണ്ട്. യജ്അലൂന അസാബിഅഹും, യജ്അലൂന അവരാക്കി തീർക്കുന്നു, അസാബിഅഹും അവരുടെ വിരലുകൾ, ഫി ആദാനിഹിം അവരുടെ ചെവികളിൽ വെക്കുന്നു, മിനസ് സവാഇഖ് ഇടിനാദം പേടിച്ചിട്ടാണ്, ഇടുത്തി പേടിച്ചിട്ടാണ്. മിനസ് സവാഇഖ് ഇടുത്തി പേടിച്ചുകൊണ്ട്, ഇടുത്തി കാരണത്താൽ. മിനസ് സവാഇഖ് എന്നാൽ ബിസബബി സവാഇഖ്,
ഇടിനാദം കാരണത്താൽ ഹാദർ അൽ മൗത്ത്, മരണം പേടിച്ചുകൊണ്ട് ചെവിയിൽ വിരലുകൾ തിരുകുന്നു. വല്ലാഹു മുഹീത്തുൻ ബിൽ കാഫിരീൻ, അള്ളാഹു ആ കാഫിറുകളെ വലയം ചെയ്തവനാകുന്നു. ഇവിടെ നോക്കൂ, ഈ ആയത്തിൽ പറഞ്ഞ ഉദാഹരണം മുൻഗാമികൾ വിശദീകരിച്ചത് കാണാം. സയ്യിബ്, മഴ എന്ന് വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ വഹീനെ, അള്ളാഹുവിൻ്റെ വഹീനെ, മുകളിൽ നിന്ന് പെയ്യുന്ന മഴ അള്ളാഹുവിൻ്റെ വഹീനെയാണ് വിശേഷിപ്പിച്ചത്. വഹീനോടുള്ള അവരുടെ നിലപാടാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും വഹീനെ, അള്ളാഹു അവതരിപ്പിച്ച നൂറിനെ മഴയോട് ഉപമിച്ചത് കാണാം. കാരണം എങ്ങനെയാണോ മഴ കൊണ്ട് നിർജീവമായ ഭൂമിക്ക് ജീവൻ ലഭിക്കുന്നത്, അതുപോലെ വഹി കൊണ്ട് ഹൃദയത്തിന് ജീവൻ ലഭിക്കും. ഫീഹി, അതിലുണ്ട് ദുലുമാത്ത്, അവർക്ക് പരീക്ഷണമായിട്ടുള്ള, അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ആ വഹിയിലുണ്ട്. വറഅദ്, ഇടിനാദമുണ്ട്. ഇടിനാദം സൂചിപ്പിക്കുന്നത് വഹിയിലുള്ള അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിലെ താക്കീതുകളാണ്. ബർഖ് എന്നാൽ മിന്നൽ എന്നാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അള്ളാഹു അവതരിപ്പിച്ച കിതാബിലെ വഅദുകളാണ്, അവൻ്റെ വാഗ്ദാനങ്ങളാണ്. ദുലുമാത്ത് എന്നാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളും സംശയങ്ങളും. റഅദ്, ഇടിനാദം എന്നാൽ ഖുർആനിൽ വന്നിട്ടുള്ള, അള്ളാഹുവിൻ്റെ വഹിയിൽ വന്നിട്ടുള്ള താക്കീതുകൾ. ബർഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വഅദുകൾ, അവൻ്റെ വാഗ്ദാനങ്ങൾ. യജ്അലൂന അസാബിഅഹും, അവരവരുടെ വിരലുകൾ വെക്കുന്നു, ഫി ആദാനിഹിം, അവരുടെ ചെവികളിൽ, മിന സവായിഖ്, ഇടുത്തി കാരണത്താൽ, ഹദർ അൽ മൗത്ത്, മരണത്തെ പേടിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബിൽ, അവൻ്റെ വഹിയിലെ താക്കീതുകൾ ഉൾക്കൊള്ളാൻ അവർക്ക് സാധ്യമല്ല. അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ അവർ ചെവിയിൽ വിരലുകൾ തിരുകും. എന്നാൽ അതുകൊണ്ട് നോക്കൂ, അള്ളാഹുവിൻ്റെ താക്കീതുകൾക്ക് അവർക്ക് ഇല്ലാതാകുമോ? ഇല്ല. തന്നെ പിടിക്കാൻ വരുന്ന ശത്രുവിനെ കണ്ടാൽ തലമണലിൽ പൂഴ്ത്തി വെക്കുന്ന ചില പക്ഷികളുണ്ട്. അത് വിചാരിക്കുന്ന ഇത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടുമെന്നാണ്. തല ഇതിൽ പൂഴ്ത്തി വെച്ചാൽ താൻ രക്ഷപ്പെടും. അത് കാണുന്നില്ല ഒന്നിനെയും, അതുകൊണ്ട് അത് രക്ഷപ്പെടുമോ? ഇല്ല. എന്നതുപോലെ ഇടുത്തി വന്നാൽ അതിനെ പേടിച്ച് ചെവിയിൽ വിരൽ വെച്ചാൽ യാതൊരു ഉപകാരം അതുകൊണ്ടില്ല. അതവനെ പിടിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ നിശ്ചയമെങ്കിൽ അവനെ പിടിക്കും, അവൻ കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. മുനാഫിഖുകൾ അള്ളാഹുവിൻ്റെ താക്കീതുകൾക്ക് നേരെ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അള്ളാഹു പറയുന്നു, വല്ലാഹു മുഹീത്തുൻ ബിൽ കാഫിരീൻ, അള്ളാഹു കാഫിറുകളെ വലയം ചെയ്തവനാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് അൽ മുഹീത്ത്. എന്താണ് മുഹീത്തിൻ്റെ അർത്ഥം? മുഹീത്തിൻ്റെ അർത്ഥം അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഇഹാത്തത്താണ്, അവൻ്റെ വലയം ചെയ്യലാണ്. അത് ഒന്ന് അവൻ്റെ ഇൽമും അവൻ്റെ അറിവും അവൻ്റെ കേൾവിയും ഒക്കെ കൊണ്ടുള്ള വലയം ചെയ്യൽ. അവൻ സകലതിനെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. അവൻ്റെ അറിവ് കൊണ്ട്, അവൻ്റെ കേൾവി കൊണ്ട് അവനെല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ബാക്കി ഒരുപാട് വിശേഷണങ്ങളെ കൂടി സൂചിപ്പിക്കുന്ന പേരാണ് മുഹീത്ത്. അങ്ങനെ ചില പേരുകളുണ്ട്. അള്ളാഹുവിൻ്റെ ചില പേരുകൾ അവൻ്റെ ഏതെങ്കിലും ഒരു സിഫത്തിനെ അല്ല സൂചിപ്പിക്കുക, മറിച്ച് ഒരുപാട് സിഫത്തുകളെ സൂചിപ്പിക്കും. ഉദാഹരണത്തിന് അള്ളാഹു ഹമീദും മജീദുമാണ്. അള്ളാഹു ഹമീദാണ്, അവൻ മജീദാണ്, അവൻ സ്തുതികൾക്ക് അർഹനാണ്. അവൻ്റെ ഏതേത് വിശേഷണങ്ങൾ കൊണ്ടും അവൻ സ്തുതികൾക്ക് അർഹനാണ്. അവൻ മജീദാണ്, അവൻ ഏറ്റവും ഔന്നത്യമുള്ളവനാണ്, മഹത്വമുള്ളവൻ. അവൻ്റെ ഏത് വിശേഷണം മുഖേനയും അവൻ മഹത്വമുള്ളവനാണ്. ഏതെങ്കിലും ഒരു വിശേഷണത്തെ സൂചിപ്പിക്കുന്ന പേരുകളല്ലാതെ. അദീം, അവൻ മഹത്വമുള്ളവൻ. അവൻ്റെ ഏത് പേര് കൊണ്ടും, അവൻ ഏത് വിശേഷണങ്ങൾ കൊണ്ടും അവൻ അദീമാണ്. മുഹീത്ത് എന്നാൽ ഇതുപോലെ അള്ളാഹുവിൻ്റെ സമ, അവൻ്റെ കേൾവി, അവൻ്റെ അറിവ് തുടങ്ങിയ അവൻ്റെ സിഫത്തുകളെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പേരാണെന്ത്? മുഹീത്ത്. മുഹീത്തിൻ കൊണ്ട് സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ഒന്നിതാണ്, അള്ളാഹുവിൻ്റെ സമ, അവൻ്റെ ഇൽം. രണ്ടാമത്തേത് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ, അവൻ പടപ്പുകൾക്കെല്ലാം മുകളിലുള്ളവനും അവരെക്കാളെല്ലാം വലിയവനുമാണ് എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എവിടെ നീ നിന്നാലും അള്ളാഹു നിന്നെ വലയം ചെയ്തിരിക്കും. കാരണം അവൻ ഏറ്റവും വലിയവനാണ്, സൃഷ്ടികളെക്കാളെല്ലാം ഏറ്റവും വലിയവനും അവർക്ക് മുകളിലുള്ളവനുമാണ്. 7 ആകാശങ്ങളും ഭൂമിയും
എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം സഹാബത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളിൽ ഒരാൾ തൻ്റെ കൈവെള്ളയിലെടുത്ത തരിമണി പോലെ, കടുകുമണി പോലെ മാത്രമാണ്. 7 ആകാശങ്ങളും ഭൂമിയുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുഹൈത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിക്കാൻ നിങ്ങൾ നിന്നാൽ നിങ്ങൾ മുന്നിലേക്ക് തുപ്പരുത്, വലതുഭാഗത്തേക്കും തുപ്പരുത്. അള്ളാഹു അവൻ്റെ മുഖവുമായി നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെല്ലാം ഈ അർത്ഥത്തിലാണ്. അള്ളാഹു മുഹൈത്താണ്. അവൻ ആകാശങ്ങൾ അവൻ്റെ വലത് കൈയിലെടുക്കും. നോക്കൂ, റബ്ബ് മുഹൈത്താണ്. അവൻ്റെ സൃഷ്ടികളെ മുഴുവൻ ഈ അർത്ഥത്തിൽ വലയം ചെയ്തിരിക്കുന്നു. അവൻ ഏറ്റവും മുകളിലുള്ളവനും ഏറ്റവും വലിപ്പമുള്ളവനുമാണ് എന്ന നിലക്കുള്ള അവൻ്റെ ഹാത്തത്ത്. അതുപോലെ ആദ്യത്തെ എന്താണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അറിവ്, അവൻ്റെ കേൾവി, ഇതുകൊണ്ടുള്ള ഇഹാത്തത്ത്. ഈ 2 അർത്ഥത്തിലും ഈ 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ ഏതു പേര്? അൽ മുഹയ്യത്ത് എന്ന പേര്. വല്ലാഹു മുഹയ്യത്തും ബിൽ കാഫിരീൻ, വല്ലാഹു മുഹയ്യത്തും ബിൽ കാഫിരീൻ. ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. യക്കാദുൽ ബർഖു, ആ മിന്നൽ, യഖ്തഫു റാഞ്ചിയെടുക്കുമാറാകുന്നു, അബ്സാറഹും അവരുടെ കണ്ണുകളെ, അവരുടെ കാഴ്ചകളെ. ഇടിനാദം അവരെ നശിപ്പിച്ച് കളയുമാറാകുന്നു എന്നതുപോലെ. കുല്ലമ അദാ ലഹും, അവർക്ക് മുന്നിൽ വെളിച്ചം തെളിഞ്ഞാലെല്ലാം മശൗഫി, അവർ നടക്കുന്നു. വൈദ അദ്ലമ അലൈഹിം, അവർക്ക് മുന്നിൽ ഇരുട്ടായാൽ ഖാമു, അവർ നിൽക്കുന്നു. ഇതാണ് മുനാഫിക്കുകളുടെ സ്ഥിതി. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചത് കാണാം. അള്ളാഹുവിൻ്റെ വഹയിൻ്റെ വെളിച്ചം വന്നാൽ അവർ ഏതാണ് സ്വീകരിക്കുക? അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം, അവരുടെ താല്പര്യത്തിന് യോജിച്ചത് മാത്രം, അല്ലാത്തത് അവർ സ്വീകരിക്കുകയില്ല. അവരുടെ ഹവക്ക് യോജിച്ചത് മാത്രം അവർ സ്വീകരിക്കും. എങ്കിൽ അവർ മുന്നോട്ട് നീങ്ങും, അല്ലെങ്കിൽ അവർ അവിടെ നിൽക്കും. അതുപോലെ അവർ നേരത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ചെവിയിൽ കൈകൾ തിരികിയിരിക്കുന്നു എന്നത് അവരുടെ കഠിനമായ ഭയത്തെ സൂചിപ്പിക്കുന്നു. മുനാഫിക്കുകളുടെ വലിയ അടയാളങ്ങളിലൊന്നാണ് ഭീരുത്വം എന്നത്. അങ്ങേറ്റം ഭീരുക്കളായിരിക്കും. യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, ഏത് ഒച്ചയും അവർക്കെതിരിലാണെന്ന് അവർ വിചാരിക്കും. ഭീരുത്വം അവരുടെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അവർ യുദ്ധത്തിന് കൽപ്പിക്കപ്പെട്ടാൽ അവർ നിന്നെ ഇങ്ങനെ നോക്കും, കണ്ണ് കണ്ടാൽ ഇങ്ങനെ മരണം വന്ന് പിടികൂടുന്ന ഒരാളുടെ കണ്ണുപോലെ ഉണ്ടാവും, പേടി കൊണ്ട്. അത്രയും ഭീരുക്കളായിരിക്കും. എന്നാൽ മുഅ്മിനുകൾക്ക് അത്തരം ഭീരുത്വം യോജിച്ചതല്ല. മുഅ്മിനുകളുടെ നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അശ്ജഅൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ധീരതയുള്ളവരായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതിൻ്റെ അടയാളമായിരുന്നു, മദീനയിൽ ഒരിക്കലും ഒരു ശബ്ദം കേട്ടു. ഇതൊരു ശബ്ദം, പൊടുന്നനൊരു ശബ്ദം. ആളുകൾ പുറത്തിറങ്ങി നോക്കുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീനി പോലുമില്ലാത്ത, കയറാനും മറ്റു സഹായിക്കുന്ന ഭാഗമൊന്നുമില്ലാത്ത ഒരു കുതിരപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അതെന്താണെന്ന് നോക്കി തിരിച്ചു വന്നിരിക്കുന്നു. ആളുകൾ ഇറങ്ങുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കി തിരിച്ചു വന്നിരിക്കുന്നു. കാരണം അശ്ജഅൻ നാസ്, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം ധീരതയുള്ളവരായിരുന്നു. എന്നാൽ മുനാഫിക്കുകളുടെ അടയാളമാണ് അവർ ഭീരുക്കളാണ്. വലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം, അള്ളാഹു അവരുടെ കേൾവി, അവരുടെ കാഴ്ച, ഇതെല്ലാം അള്ളാഹു നശിപ്പിച്ചു കളയുമായിരുന്നു, അവൻ കൊണ്ടുപോകുമായിരുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യത്തിനും കഴിവുള്ളവരാണ്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ തഫ്സീറിൽ മനസ്സിലാക്കാനുള്ളത്. ബാക്കി നമുക്ക് വരുന്ന ദർസിൽ പഠിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.